ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 2 ആണ്. അപ്പോൾ നമ്മളിതിൽ ഗ്രാൻഡ് പേ ആയിട്ടാണ് കളിക്കുന്നത്. ഗ്രാൻഡ് ആണ്. പിന്നെ എന്താ വെച്ചാൽ അടുത്തതിൽ നമ്മൾ ഗ്രാനി ആയിട്ട് കളിക്കുന്നതാവും. പിന്നെ ഓക്കെ, ഞാൻ ഓപ്ഷൻസൊക്കെ വെച്ചതാണ്. ഇതിൽ ഗ്രാൻഡ് പേ ആണുള്ളത്. അപ്പോൾ നമ്മൾ എണീച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടട്ടെ. അപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നാൽ നമ്മൾ മുകളിൽ അതുപോലെ കുറച്ച് ചെറിയൊരു വെള്ളമുണ്ട്. അപ്പോൾ ഇത് എടുത്തന്നെ ഉണ്ടാവും. നമ്മൾ ഇവിടെ പോയി നോക്കുകയാണ്. അപ്പോൾ ഇതിൽ നോക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലും തുറന്ന് നോക്കാം. ഗ്രാൻഡ് പേ വരുന്നതിൽ നമ്മുടെ ഷോർട്ടിൻ്റെ സാധനമുണ്ട്. ഗ്രാൻഡ് പേ വരുന്നതിന് മുമ്പ് എല്ലാതും കംപ്ലീറ്റ് അടിയത്തെ ഫ്ലോർ നോക്കി കഴിഞ്ഞാൽ ഈസിയാവും. അതുകൊണ്ട് ഗ്രാൻഡ് പേ വരുമ്പോൾ പോയി ഓടാം. അത് ഗ്രാൻഡ് പേ വരുമ്പോഴത്തേനും എണീച്ച് ഓടുന്നതാണ്. ഗ്രാൻഡ് പേ എനിക്ക് തോന്നുന്നു കുറേ കഴിഞ്ഞിട്ടാണ് വരിക. കാരണം റൂമിൽ പോയി ഉറങ്ങായിരിക്കും. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. കൊച്ച ഈ ഒരു ചിത്രം പിക്ചർ നിർത്തിക്കോടും. എന്തായാലും വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല വരുന്നു. നമുക്ക് ഇതിൽ കൂടെ പോവാം. നമുക്ക് ഈ ഒരു പത്തിൻ്റെ സംഭവം അതാകുമ്പോൾ അപ്പോൾ ഗൈസ്, അതിൽ നമ്മളെ ബോട്ടിൻ്റെ ഒരു ഇതുണ്ട്, ക്രാങ്ക് ഉണ്ട്. അതായത് സോറി, നമുക്ക് ഇവിടെ റേഡിയോ ഓണാക്കാം. നമുക്ക് ഇവിടെ പോയി അപ്പോൾ ഗ്രാൻഡ് പേ അങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗ്രാൻഡ് പേ വരുന്നുണ്ടാവോ? ഒരു ചെറിയ പേടിയുണ്ട്. അപ്പൂപ്പൻ്റെ ഒരു പിക്ചറുണ്ട്. ഇവിടെ നിന്ന് ചുറ്റി കളിക്കുന്നില്ല. ഒരു കാര്യം ചെയ്തേക്കാം, നമുക്ക് ഗ്രാൻഡ് പേയുടെ റൂമിൽ പോയിട്ട് ഇവിടെ നിന്ന് നമുക്ക് അപ്പോൾ ഗൈസ്, നമ്മൾ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്രാൻഡ് പേ വരുന്നത് വരെ കാത്തിരി. ഗ്രാൻഡ് പേ വരുന്നുണ്ടല്ലോ. നമുക്ക് അടുത്തതിൽ വരാം. നിങ്ങൾ നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ അമർത്താൻ. നാളുകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ നമ്മൾ ഡേ 2 എത്തിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഒരു മിനിറ്റ്,
ഇനി എവിടെയെന്ന് നമുക്കറിയില്ല കേട്ടോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് പോകാൻ ഒച്ചേരെ പേടി. ഇവിടെ എന്തൊരു ഒച്ചയല്ലോ. അത് മറ്റേ ഗ്രാൻഡ്പ ആ ഒരു ഫുഡ് കൊടുക്കുന്ന എനിക്ക് ഇവിടെ നിന്നാണ് ഒരു ഒച്ച ഉണ്ടാക്കാനൊരു ബുദ്ധിമുട്ടല്ല, പേടി. കാരണം ഗ്രാൻഡ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഈ ഒരു സംഘടനയിൽ ഈ കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ലാസ്റ്റ് നമ്മൾ വെടിവെച്ചപ്പോൾ കറണ്ട് വന്നില്ല. നമുക്ക് പോയി നോക്കണമെന്നൊക്കെ പേടി. പോയി നോക്കണ്ടല്ലോ. നേരെ അങ്ങോട്ട് വലിഞ്ഞിരിച്ചെല്ലാം ഒന്നും കൂടെ നമുക്ക് റെഡിയാണ്. ഗ്രാൻഡീസ് ഹൗസിൽ ഇത് കേട്ടുണ്ടാവും വരുന്നുണ്ടാവും. കാരണം നമ്മളത് കേട്ടിട്ടാണ് അവിടെ നിന്ന് വന്നത്. എന്നാലും നമ്മൾ ഫ്ലവർ വേസൊക്കെ തട്ടിട്ടെന്നാണ് തോന്നുന്നത്. ഗ്രാൻഡ് വരുന്നില്ലേ, ഒന്നും കൂടി റെഡിയാക്കാം. ഇനി വന്നില്ലെങ്കിൽ നമുക്ക് ഇതിൽ കറണ്ട് ഇല്ല എന്നാ തോന്നണേ. ഈ സ്റ്റൺ ഗണ്ണിൽ ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം ഷൂട്ട് ചെയ്തു, എന്നിട്ടും നടക്കുന്നില്ല. എനിക്ക് അതാ തോന്നണേ. രണ്ടിടത്തും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ 2 പ്രാവശ്യമാണ് നിർത്തിയല്ലോ, അതും വന്നില്ലല്ലോ. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് സ്റ്റൺ ഗണ്ണ് എന്തായാലും ഇനിയിപ്പോൾ പറ്റൂലെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇത് നോക്കാം. എന്താണ് വെപ്പൺ കീ. എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് പാഡ് ആ റൂമിലായിരിക്കും. ഗ്രാൻഡ് ഇവിടെ ഉണ്ടോയെന്ന് തോന്നുന്നു. ഗ്രാൻഡ് എവിടെയാണെന്ന് അറിയില്ല, അങ്ങറിയില്ല. കൊന്നോ നമുക്കിവിടെ ഒളിച്ചിരിക്കാം. പിന്നെ എന്തായാലും നമുക്ക് തന്ത്രപരമായി നമുക്ക് കളിക്കാം. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഡോട്ടിലേക്ക് നോക്കിയാൽ അവിടെ ഒരു മുട്ട അടിച്ചിട്ടുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് വർക്കായില്ല. അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പനെ കൊള്ളാനും വെപ്പൺ തന്നെ കണ്ടുവരാം. ഒന്നും കൂടി നമുക്ക് അതുപോലെ ചേസ് ചെയ്തിട്ട് അപ്പൂപ്പൻ്റെ റൂമിൽ കയറിയിട്ട് ആ ഡ്രോവറിലാണ് സാധാരണ വെപ്പനിക്ക് ഉണ്ടാവാറ്. ഇനിയിപ്പോൾ എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ആ സ്ക്രീനൊക്കെ ഒന്ന് കളറായിട്ടുണ്ട്. മൊത്തം രക്തം ചിതറിക്കിടക്കുന്നുണ്ട്. സ്റ്റിച്ച് കണ്ട് വരും അല്ലെങ്കിൽ ഒരുപാട് സ്റ്റിച്ച് എവിടെയോ ഉണ്ട്, പക്ഷെ എവിടെയെന്ന് അറിയില്ല. അതാണ് പ്രശ്നം.
അപ്പൂപ്പനുള്ളൊരു GPS ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് കളിക്കാമായിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഹെലികോപ്റ്ററിന് താഴെ ഇടാണ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും കൊല്ലും, അത് ഉറപ്പാണ്. അവരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെയാണ് സാധാരണ വെപ്പൺസ് ഉണ്ടാവാറ്. ഞാൻ കളിച്ചതില്ല ഇവിടെ. അതിൽ എന്താ സേഫ്റ്റി കിട്ടി. സേഫ്റ്റിനകത്ത് സേഫായിട്ട് വല്ലതും ഉണ്ടായാൽ മതി. ഗ്രാൻഡ് അവിടെ ഉണ്ട്. ഗ്രാൻഡ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മുന്നേ പോയിട്ടില്ല. കാണണം. ഹംഗ്രിയോ ആ കളി പോയി വല്ലെടുത്ത് തിന്നോ. അപ്പൂപ്പന് എന്തൊരു അനക്കില്ലാത്ത അപ്പൂപ്പനൊരു അനക്കില്ലട്ടോ. എല്ലാ ദിവസവും സേഫ്റ്റി പെട്ടെന്ന് കണ്ടിട്ട് പാർക്ക് പ്ലസ് ഓറഞ്ചുണ്ട്. ചിലപ്പോൾ കോശത്തിൻ്റെ ഉള്ളിൽ പോയിരിക്കും, പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. നല്ല ഉള്ളിലേക്ക് അവിടെ ഗ്രനേഡ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം. അവിടെ ഗ്രനേഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അപ്പൂപ്പനെ നേരിട്ട് കൊല്ലാൻ പറ്റും. ആ ഒരു യൂസ് ഉണ്ട്. അതാണ് ആ ഗ്രാനൈറ്റിൻ്റെ ഒരു ഇതുണ്ടല്ലോ, എട്ടുകാലി പോലെ. പുറത്തും വരുന്നുണ്ട്. രണ്ടും കെട്ട ഒരവസ്ഥ. നമ്മൾ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാൻഡ് പേ വരും. ഗ്രാൻഡ് പേ നോക്കാതെ ഗ്രാൻഡ് പേ നോക്കിയാൽ ഇത് നമുക്ക് രണ്ടിലും കെട്ട ഇല്ല. നമുക്കെന്നാൽ ഗ്രാനേഡ് വെച്ച് അതിനെ വേറെ അല്ല അപ്പം ചത്തില്ലേ. അപ്പോൾ അറിയില്ല.
ഇത് ലാസ്റ്റ് ഡേ. ഇനി ഇതിലെന്താ സംഭവിക്കുക എന്നൊക്കെ അറിയില്ല കേട്ടോ. ഇതിലെങ്കിലും എനിക്ക് മിക്കവാറും ഒക്കെ ഒരു ഉറപ്പാണ് നമ്മളെന്തായാലും ഇതിൽ തോൽക്കും. നമുക്ക് ഇനി ഒരു ദിവസം കൊണ്ട് ഇത് തീരാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്രാൻഡ് പേണ് ഒന്നാമത്. ഗ്രാനീനെ പോലെ അധികം ഒച്ചയൊന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ട് കഴിക്കുന്നത് ഇവിടെ എന്താണെന്ന് അറിയാൻ കൊട്ടിൻ്റെ ചാർജ് കിട്ടി, സ്പാർക്കിൻ്റെ പ്ലഗിൻ കിട്ടി, എല്ലാ സാധനവും കിട്ടി. പക്ഷേ എനിക്ക് ജീപ്പ് മാത്രം കിട്ടിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗ്രാനീസ് ഹൗസ് പാടല്ലേ. ഞാൻ ഗ്രാൻഡിൻ്റെ ഹൗസിനെ സപ്പോർട്ടൊന്നും ചെയ്യില്ല കേട്ടോ. ഗ്രാൻഡിനെ ഗ്രാൻഡ് ഫ്രണ്ട് എന്നൊന്നും ആദ്യം അറിയണം. ഇവിടെ കാണുന്നുണ്ട്. ഉറപ്പാണ് അത്. പിന്നെ നോക്കാനും പറ്റില്ല. അതെത്തി നോക്കാൻ പറ്റും. ഫസ്റ്റ് പഞ്ചറൊട്ട് നല്ല വച്ചുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ വെച്ചൊരു എഫക്റ്റ് ഉണ്ട്. അതൊരു ഇറിറ്റേഷൻ കേൾക്കുമ്പോൾ തന്നെ. എന്നാലും ഗൈസ് ഗ്രാൻഡ് പേൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നമുക്ക് നമ്മളുടെ കളി തുടരാം എന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, സേഫാണ്, നല്ല സേഫാണ്, എന്തോ പണി കിട്ടി. ഇനി ലാസ്റ്റ് ഡേ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഗായ്സ് ഇതെന്താ മറ്റേ ഗ്രാനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം കത്തമോ? 3, 2, 1 ടിഷ്. അപ്പോൾ അതടഞ്ഞ് അതാണ് തുറന്നു. ഗായ്സ് ഗെയിം ഓവറായി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന്. ഇതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.